നമസ്കാരം. ട്രംപിൻ്റെ കുടുംബകാര്യം മുതൽ ഇങ്ങ് കേരളത്തിലെ നേതാക്കളുടെ ജീവിതത്തെക്കുറിച്ച് വരെ സംസാരിക്കുന്നവരാണ് മലയാളികൾ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അതിന് മുൻപന്തിയിലാണ്. എന്നാൽ 56 പേരുടെ മരണത്തിനിടയാക്കിയ 2008 അഹമ്മദാബാദ് സ്ഫോടനം കേസിൽ പ്രതികളുടെ വധശിക്ഷ ശരിവെച്ച ഗുജറാത്ത് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് എന്തുകൊണ്ടോ ചർച്ചയാകപ്പെടുന്നില്ല. 3 മലയാളികളടക്കമുള്ള 38 പ്രതികളുടെ വധശിക്ഷയാണ് ഗുജറാത്ത് ഹൈക്കോടതി ശരിവെച്ചത്. കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന, രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കൽ, രാജ്യദ്രോഹം, ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശികളും സഹോദരങ്ങളുമായ ഷിബിലി, ഷാദുലി, മലപ്പുറം സ്വദേശികളായ ഷറഫുദ്ദീൻ എന്നിവരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളികൾ. രാജ്യം കണ്ട ഏറ്റവും വലിയ വിചാരണകളിലൊന്നാണ് അഹമ്മദാബാദ് സ്ഫോടന കേസിൽ നടന്നത്. 2008 ജൂലൈ 6 അഹമ്മദാബാദിലെ വിവിധയിടങ്ങളിൽ സ്ഫോടന പരമ്പരകൾ അരങ്ങേറിയത്. ജൂലൈ 26 വൈകിട്ട് 6:45 സ്ഫോടന പരമ്പരകൾ തുടങ്ങിയത്. അഹമ്മദാബാദ് തിരക്കിൽ മുങ്ങിയ സമയമായിരുന്നു അത്. മണിനഗർ ബസ് സ്റ്റാൻഡിൽ, ഇസാൻപൂരിൽ, നരോളിൽ എന്നിവിടങ്ങളിലെല്ലാം പൊട്ടിത്തെറികളുണ്ടായി. ഓട്ടോ സ്റ്റാൻഡിൽ, സൈക്കിളിൽ, ബസിന്റെ സീറ്റിനടിയിൽ നിന്നൊക്കെ ടിഫിൻ ബോക്സുകൾ പൊട്ടിത്തെറിച്ചു. 70 മിനിറ്റിൽ 21 സ്ഫോടനങ്ങൾ. ഇതിൽ 19 സ്ഫോടനങ്ങളും തിരക്കേറിയ മാർക്കറ്റുകളിലായിരുന്നു. പക്ഷേ ഇതൊക്കെ ഈ 70 മിനിറ്റുകൾക്ക് ശേഷം ഉണ്ടാകുന്ന വലിയ 2 സ്ഫോടനങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു. അത് 2 ആശുപത്രികളായിരുന്നു. ആദ്യ 19 സ്ഫോടനങ്ങളിൽ പരിക്കുപറ്റി വരുന്ന ആളുകൾ, അവരെ പരിശോധിക്കുന്ന ഡോക്ടർമാർ, ഇവരെയൊക്കെ ലക്ഷ്യം വെച്ചായിരുന്നു അത്. സിവിൽ ഹോസ്പിറ്റലിലും LG ഹോസ്പിറ്റലിലും അവർ കാത്തിരുന്നു. കാർ ബോംബുകളും 22 കിലോ അമോണിയം നൈട്രേറ്റും അതിനൊപ്പം LPG സിലിണ്ടറുകളുമായി. പ്രമുഖ ഡോക്ടർമാരടക്കം 36 പേരാണ് ആശുപത്രി സ്ഫോടനത്തിൽ മാത്രം മരിച്ചത്. വേറെയും ചില ആശുപത്രികൾ ഭീകരർ ലക്ഷ്യം വെച്ചിരുന്നു. പക്ഷേ അത് വർക്കായില്ല. അന്ന് അഹമ്മദാബാദിന്റെ റോഡിൽ മനുഷ്യ ശരീരങ്ങൾ ചിതറിത്തെറിച്ച് കിടന്നു. 56 പേർ തൽക്ഷണം കൊല്ലപ്പെട്ടു. 200ഓളം പേർക്ക് മാരകമായി പരിക്കേറ്റു. ഈ കേസിൽ ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി വന്നത് ഈ കഴിഞ്ഞ ദിവസമാണ്. ബെഞ്ച് 38 പേരുടെ വധശിക്ഷ പൂർണ്ണമായും ശരിവെച്ചു. പ്രത്യേക കോടതിയുടെ ഈ വിധി ചോദ്യം ചെയ്ത് പ്രതികൾ നൽകിയ അപ്പീലുകൾ തള്ളിക്കൊണ്ട് ജസ്റ്റിസുമാരായ AY കോഗ്ജെ, സമീർ ദാവെ എന്നിവരടങ്ങിയ ഹൈക്കോടതി ബെഞ്ച് 38 പേരുടെ വധശിക്ഷ പൂർണ്ണമായും ശരിവെക്കുകയായിരുന്നു. 38 പേർക്കൊക്കെ ഒറ്റയടിക്ക് വധശിക്ഷ കിട്ടുക എന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇങ്ങനെ മരണം കാത്തിരിക്കുന്ന പ്രതികളിൽ 3 പേർ മലയാളികളാണ്. ഏറ്റവും വിചിത്രം, ഈ സ്ഫോടന പരമ്പരയുടെ ആസൂത്രണം നടത്തിയത് കേരളത്തിലാണെന്നാണ് NIA റിപ്പോർട്ടിൽ പറയുന്നത്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഞെട്ടിക്കുന്ന വിഷയമായിട്ടും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ആരും തന്നെ ഇത് അന്തിച്ചർച്ചയ്ക്ക് പോലും എടുത്തിട്ടില്ല. നിരോധിത സംഘടനയായ സിമിയുടെ ഉപവിഭാഗമായ ഇന്ത്യൻ മുജാഹിദ്ദീനാണ് അഹമ്മദാബാദ് സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിലെന്നാണ് NIAയുടെ കണ്ടെത്തൽ. കേരളത്തിൽ വാഗമൺ, പാനായിക്കുളം എന്നിവിടങ്ങളിൽ നടന്ന തീവ്രവാദ പരിശീലന ക്യാമ്പുകളിൽ പങ്കെടുത്തവരാണ് ശിക്ഷിക്കപ്പെട്ട മലയാളികളെന്ന് പ്രത്യേക കോടതിയുടെ 2022 വിധിയിൽ എടുത്തു പറയുന്നു. കേസ് വിചാരണ ചെയ്ത അഹമ്മദാബാദ് പ്രത്യേക കോടതി ആകെ 49 പ്രതികളെ കുറ്റക്കാരെ കണ്ടെത്തുകയും അതിൽ 38 പേർക്ക് വധശിക്ഷയും 11 പേർക്ക് ജീവപര്യന്തം തടവും വിധിച്ചു. ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഒരേ കേസിൽ ഇത്രയധികം പ്രതികൾക്ക് ഒന്നിച്ച് വധശിക്ഷ വിധിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇന്ന് മനുഷ്യാവകാശ സംഘടനയും മറ്റുമായി വേഷം മാറി വരുന്ന മാധ്യമം പത്രവും മീഡിയ വണ്ണും നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മാനസപുത്രനാണ് സിമി. വധശിക്ഷ ലഭിച്ച ഷിബിലി, ഷാദുലി എന്നിവർ ഈ ക്യാമ്പിലെ പ്രധാന സംഘാടകരും പങ്കാളികളുമായിരുന്നുവെന്ന് കുറ്റപത്രം പറയുന്നു. കേരളത്തിന്റെ ഉൾക്കാടുകളിലായിരുന്നു പരിശീലനം നടത്തിയത്. വാഗമൺ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് തൊട്ടുമുമ്പ് പ്രതികൾ ആലുവ ബിനാനിപുരത്തും ഒത്തുകൂടിയിരുന്നു. 2007 ഡിസംബർ ആദിവാരം ബിനാനിപുരത്തെ ഒരു വീട്ടിൽ വെച്ചാണ് സിമിയുടെ ഉന്നത നേതാക്കളായ സഫദർ നഗോരി, അബ്ദുൾ സുബ്ഹാൻ ഖുറേഷി അഥവാ തൗഫിക് എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. ഇന്ത്യയിൽ സ്ഫോടന പരമ്പരകൾ നടത്തുന്നതിനുള്ള അന്തിമ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാനും അതിനായി യുവാക്കൾക്ക് കമാൻഡോ രീതിയിലുള്ള കഠിനമായ പരിശീലനം നൽകുന്നതും ഇവിടെ വെച്ചായിരുന്നു. സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധനായ അബ്ദുൾ സുബ്ഹാൻ ഖുറേഷിയുടെ നേതൃത്വത്തിൽ ലിക്വിഡ് ബോംബുകളുടെയും ടൈമറുകളുടെയും ആദ്യ പരീക്ഷണങ്ങൾ ഈ ക്യാമ്പിൽ വെച്ചാണ് നടത്തിയത്. ഈ സാങ്കേതിക വിദ്യയാണ് പിന്നീട് അഹമ്മദാബാദിൽ ഉപയോഗിച്ചത്. ഇന്ത്യക്കെതിരെ ജിഹാദ് പ്രഖ്യാപിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രതികൾക്ക് ക്ലാസുകൾ നൽകി. ഈ ക്യാമ്പിൽ പങ്കെടുത്തവരും പരിശീലനം സിദ്ധിച്ചവരുമാണ് പിന്നീട് 2008 അഹമ്മദാബാദ് സ്ഫോടന പരമ്പര കേസിൽ പ്രധാന പ്രതികളായതും വധശിക്ഷയ്ക്ക് അർഹരായതും.